നൈസ് റോഡിൽ കൂടി ഡ്രൈവ് പോവുകയാണ്. നൈസ് റോഡിൽ കൂടി ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞൊരു തെറാപ്പിയാണ്. ഒരു നല്ല പാട്ടും നല്ല ക്ലൈമറ്റും ആണെങ്കിൽ ആഹാ. ഹായ്, സോ ഞങ്ങളിപ്പോൾ രാമനഗരം എത്തി. രാമനഗര CCDയിൽ ഒരു കോഫി ബ്രേക്ക് എടുക്കാൻ പോവാണ്. ഒരു കോൾഡ് കോഫിയൊക്കെ മേടിച്ച് ഈവനില്ല കോൾഡ് കോഫി കുടിക്കുന്നു, ബട്ടർ കുക്കീസും കഴിക്കുന്നു. ആൻഡ് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു 20 മിനിറ്റ്സോളം ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അവർ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ മൈസൂരാണ്. മൈസൂർ റോഡിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് പൂജാരീസ് ഫിഷ് ലാൻഡ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ഫുഡ് തന്നെയാണ്. മാംഗ്ലൂർ സ്റ്റൈലാണ് മോസ്റ്റ്ലി കുസീൻ വരുന്നത്. അപ്പം ഇവിടുത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമല്ല, ഇതിൻ്റെ ഒരു ആംബിയൻസ് ആ ഒരു സെറ്റപ്പിനും കൂടെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആംബിയൻസും പിന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആണ് പാർക്കിങ്ങിനൊക്കെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ഗോശാലയാണ്. പലതരം പശു എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി പശുവാണ്. ഭയങ്കര സൈസൊക്കെ ഉള്ള ഭയങ്കര കാണാൻ നല്ല ഭംഗിയുള്ള പശുവാണ്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലൊന്നും തൊഴുത്ത് വയ്ക്കാറില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഒരു ഗോശാല, അതായത് നമ്മളൊക്കെ നാട്ടിൽ പറയുമ്പോൾ തൊഴുത്ത് പോലെ ഒരു സെറ്റപ്പ് കാണും. പക്ഷെ നല്ല ക്ലീനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മുടെ ഈ നന്ദിപ്പശുവിനെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലത്തെ കുറേ പശുക്കളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പണ്ട് വരുമ്പോൾ മുതൽ ഇതിങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ഫുഡിനെക്കാട്ടിലും ശരിക്കും ഫേമസ് ഈ ഒരു വിൻറ്റേജ് കളക്ഷൻസിലാണ്. വിൻറ്റേജ് കാർസ് ആൻഡ് ബൈക്സിൻ്റെ ഒരു അമേസിങ് കളക്ഷൻ ഇവിടെയുണ്ട്. ഏകദേശം 34ഓളം വിൻറ്റേജ് കളക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ കുറേ കാറുകളുണ്ട്, പഴയ കുറേ ബൈക്കുകളും സ്കൂട്ടേഴ്സും അങ്ങനെ 2 വീലേഴ്സ് ബൈക്ക് ഉണ്ട്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര തിരക്കൊന്നും കണ്ടില്ല. ഭയങ്കര കുറവായിരുന്നു. അപ്പം എന്തുകൊണ്ടാണെന്ന് നോക്കിയപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഫുഡ് ക്വാളിറ്റിയൊക്കെ കുറഞ്ഞു, പ്രൈസ് ആണെങ്കിൽ നല്ല കൂടുതലുമാണ്. അപ്പം ആക്ച്വലി ആംബിയൻസ് വൈസൊക്കെ ഓക്കെ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഓക്കെ. പക്ഷേ ദേ ഷുഡ് പ്രൊവൈഡ് ബെറ്റർ ഫുഡ്. അതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഈ പ്ലേസിനെ കുറിച്ചിട്ട്. എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.